എല്ലാവർക്കും ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ സീരീസിന്റെ 8ാമത്തെ ദിവസമാണ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് സദ്യയിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റാണ് കേട്ടോ. നമ്മുടെ സാമ്പാറാണ്. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും അതുപോലെ മുരിങ്ങക്കോലും പിന്നെ വെണ്ടയ്ക്ക, തക്കാളി, ഇത്രയും സാധനങ്ങളാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. പലതരത്തില് സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ ഒരു പച്ചക്കറികൾ വെച്ചിട്ടുള്ള സാമ്പാറാണ്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ ഇത്. നല്ല പരിപ്പ് നോക്കി നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചില പരിപ്പിന് ഒരു പൂത്ത ചൊവയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല പരിപ്പ് നോക്കിയിട്ട് വാങ്ങണം. പിന്നെ അതിന്റെ കൂടെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ മുരിങ്ങക്കോലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ 2-3 പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വേവിക്കാൻ വെക്കാം. ഈ സമയത്ത് അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പുളി കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരും. അതേ നമ്മുടെ പരിപ്പും അതുപോലെ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കോലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് കണ്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് സാമ്പാർ കുറുകി കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ സാമ്പാർ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സാമ്പാർ പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് ചേർത്ത് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ആദ്യമേ തന്നെ ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊടിയുടെ ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണമല്ലോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് മാത്രമല്ല നമുക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് വേവിക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ പുളി നേരത്തെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയും കൂടെ പിഴിഞ്ഞ വെള്ളം കൂടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ വെണ്ടയ്ക്കയും അതുപോലെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിരിക്കുകയാണ്. എത്രത്തോളം കുറുകിയിരിക്കണോ ആ ഒരു സ്റ്റേജിൽ നമുക്ക് നിർത്താം. അതുപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ള സാമ്പാറാണ് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം വറ്റൽമുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല കുറുകിയ സാമ്പാറാണ്. പിന്നെ നമ്മുടെ കയ്യിലെ പരിപ്പിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മുടെ സാമ്പാർ നന്നാവുന്നതും മോശമാവുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾ പരിപ്പ് എപ്പോഴും നല്ലത് നോക്കി വാങ്ങുക. പരിപ്പ് നന്നായിട്ട് വേവിക്കാനും ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ ഒരു സാമ്പാർ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസിയാണ്. അധികം കഷ്ണങ്ങളോ പച്ചക്കറികളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് സാധാരണ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.